Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം. ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ചില വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ് ആ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട്, പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് പോസിറ്റീവായിട്ട് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് എനർജിയിലേക്ക് പോകാം. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ ഏറ്റവും കൂടുതൽ, ഇപ്പം നിങ്ങളെയാണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വന്നു ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേർന്നിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യവും നിങ്ങളെക്കുറിച്ച് അറിയില്ല. ഇപ്പൊ നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഏത് എനർജിയിലുള്ള ആൾക്കാരാണ്, ഏത് സാഹചര്യമാണ്, ഒന്നും അറിയില്ല. അപ്പോൾ ഒന്നും ചിന്തിക്കാതെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ പ്രണയബന്ധത്തിലായിട്ടുള്ളത്. ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം, ചിലപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നു, അതിലൂടെ പ്രണയബന്ധത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരിക്കാം, മ്യൂച്വലി അങ്ങനെ വന്നിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒട്ടും പ്രിപ്പയർഡ് അല്ല നിങ്ങൾ രണ്ടുപേരും. ചിലപ്പോൾ പഠിക്കായിരിക്കാം, ജോലിക്ക് പോകായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. അപ്പൊ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ ഇത് വളരെയധികം പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും വർഷങ്ങളായിട്ടുണ്ടാകാം, ചിലപ്പോൾ വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാകാം, മാസങ്ങള്, ദിവസങ്ങള്, ആഴ്ചകള്, ഓക്കെ, എക്സെട്ര. എത്ര നാളത്തെ പ്രണയമാണ് എന്നുള്ളതിൽ പ്രാധാന്യമില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒട്ടും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം പോലും ചിന്തിക്കാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രണയബന്ധം നിങ്ങളിലേക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ഈ പേഴ്സൺ വളരെയധികം അതിശയകരമായിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പൊ നിങ്ങളായിട്ടുള്ള കണക്ഷനും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ വ്യക്തിക്ക് എപ്പോഴും വളരെയധികം എന്താ പറയുക, ഒരു കൗതുകത്തോടെയാണ് ഈ വ്യക്തി അതിനെ നോക്കി കാണുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മസ്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഫ്ലൈയിങ് ആണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നന്മകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം താഴ്ന്നിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് ഉയർന്ന എനർജിയിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കടപ്പാടുണ്ട്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ കടപ്പാട് ചോദിക്കുന്നുണ്ടെങ്കിൽ, കടപ്പാട് ചോദിക്കാന്നല്ല, നമുക്ക് ആ വ്യക്തിയോട് ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയോട് നമുക്കൊരു കടപ്പാടും അല്ലെങ്കിൽ നമുക്ക് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിലൂടെ നമുക്ക് പോസിറ്റീവായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. ചിലപ്പോൾ അത്രയും മോശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ആശ്വാസമായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് ആ വ്യക്തിയോട് നമുക്കൊരു കടപ്പാട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യത്തിൽ നിന്നും, അതൊരു നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കാം, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം, അതിൽ നിന്നൊക്കെ ഈ വ്യക്തിക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞുവെന്നും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ വ്യക്തിയുടെ ദുശീലങ്ങളായിരിക്കാം, മോശപ്പെട്ട സ്വഭാവമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്നും ഈ വ്യക്തിക്ക് ഒരു മുക്തി നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തിക്കുമ്പോൾ വരുന്നത്. യു ആർ അട്രാക്ടിങ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ടു യുവർ ലൈഫ് ആണ്. അട്രാക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്കിടയിൽ വലിയ വലിയ രീതിയിലുള്ള കുറേ നാളത്തെ ബന്ധങ്ങളോ അങ്ങനെയൊന്നുമില്ല.
അതായത് കുറെ നാളത്തെ ബന്ധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, വളരെയധികം ആകർഷണം തോന്നിയിട്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ സംസാരത്തിലായിരിക്കാം, ചിലപ്പോൾ ചിരിയായിരിക്കാം, നിങ്ങളുടെ മുഖഭംഗിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കാം, എന്തുമാകാം. പക്ഷെ ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നി പൊട്ടിമുളച്ചിട്ടുള്ള ഒരു സ്നേഹമാണ്. പക്ഷെ എങ്കിൽ പോലും അത് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണെങ്കിൽ പോലും അത് വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള ഒരു സ്നേഹമായിരുന്നു. അതായത് നിലനിൽക്കുന്ന, ഏത് കാലത്തും നിലനിൽക്കുന്ന, മനസ്സിൽ നിന്നും എടുത്തു കളയാനാകാത്ത വിധത്തിലുള്ള, നമ്മൾ പറയില്ല, അത്രയും മനസ്സിൽ കയറി പിടിച്ചിട്ടുള്ള, കയറി പറ്റിയിട്ടുള്ള ഒരു പ്രണയമാണ്, ഇഷ്ടമാണ്, ആരാധനയാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾക്കിടയിൽ അത് മാറിപ്പോകത്തില്ല. അത് ഒരിക്കലും വറ്റാത്ത ഒരു നദിയെ പോലെയാണ്. പ്രണയം എന്ന് പറയുന്ന ഒരു നദിയാണ്, അല്ലെങ്കിൽ ഒരു മഹാസാഗരമായിട്ട് കിടക്കുന്നു. അത് ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അട്രാക്ഷനും എന്താ പറയാ, നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള അട്രാക്ഷനും വളരെയധികം പവിത്രമായിട്ടും വളരെയധികം ഹൈ ക്വാളിറ്റി ആയിട്ടാണ് അത് കാണിക്കുന്നത്. അത് എപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിൽ അതൊരു നന്മ പോലെ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നല്ലൊരു സ്വപ്നം പോലെ ഈ പേഴ്സൺ അത് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ഒരു വെമ്പലാണ് മനസ്സിൽ. കാരണം അതിപ്പോ ഏത് സാഹചര്യത്തിലായിരിക്കാം, ചിലപ്പോൾ വളരെ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയായിരിക്കാം ഈ പേഴ്സൺ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടെന്ന് ഉള്ളതാണ്. ഏത് സാഹചര്യത്തിലായാലും, ഏത് രാജ്യത്തായാലും, എവിടെയായാലും നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ അന്നും ഇന്നും വെമ്പിക്കൊണ്ടിരിക്കുന്ന വെമ്പലാണ്. പേടിയാണ് നിങ്ങളെ മറ്റാരെങ്കിലും കരസ്ഥമാക്കുമോ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ. ഓക്കെ, പ്രസന്റ് അവറാണ് ഈ വ്യക്തിക്ക്. ഇപ്പൊ എന്തുകൊണ്ടോ സ്വന്തം കാര്യം നോക്കി നിൽക്കേണ്ട, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചില സാഹചര്യത്തിൽ നമുക്ക് കണ്ണടച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കേണ്ടി വരും. ചില കാര്യങ്ങളിൽ നമ്മളുടെ സ്വഭാവം നമ്മൾക്ക് നിയന്ത്രിക്കേണ്ടി വരും. അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, അല്ലെങ്കിൽ മനസ്സിലൊരു വിങ്ങല് വരും. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയും കൂടിയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പ്രസന്റ് ടവർ ആണ്. അതായത് ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ടവർ മൂവ്മെന്റ് ആണ്. അതായത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്ക് തലയിടാതെ, അതിലേക്ക് ഇടപെടാതെ മനസ്സിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ദേഷ്യമാണെങ്കിലും അസ്വസ്ഥതകളാണെങ്കിലും എന്താണെങ്കിലും മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ ഒരു പുരുഷനെ കാണാൻ കഴിയും. അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ലയണും ടൈഗറും. അവയെ പിടിച്ചുകൊണ്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അത് ഈ പേഴ്സന്റെ ദേഷ്യത്തെയും വിഷമത്തെയും അരോചകത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അതൊരു അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു തടസ്സവും ആകാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മര്യാദക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനോ ഡെസ്പറേഷനോ ആകാം. അപ്പൊ അതുകൊണ്ട് അതെല്ലാം തന്നെ ഈ പേഴ്സൺ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കൺട്രോൾ ചെയ്ത്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നോണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ ഈ പേഴ്സൺ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ എല്ലാം തന്നെ മനസ്സിലേക്ക് ഏറ്റെടുക്കാതെ, ചിന്തകളിലേക്ക് കൊണ്ടുവരാതെ ഒരു സ്വസ്ഥമായിട്ടുള്ള രീതിയിൽ, കാരണം ഇപ്പോൾ സ്വസ്ഥതയാണ് കൂടുതൽ ആവശ്യമെന്നും അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലേ ദം ഓൾ എന്നാണ്. ഉറപ്പായിട്ടും ഈ വ്യക്തി അനാവശ്യമായിട്ടുള്ള വ്യക്തികളെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇനി വരാൻ പോകുന്ന എനർജിയാണ്, അതായത് ഫ്യൂച്ചറിലെ കാര്യമാണ്. അതായത് ഇവിടെ ഓരോ ആൾക്കാരെയും ഈ പേഴ്സൺ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് വ്യക്തികൾ. അപ്പോൾ അവയെ എല്ലാം ഈ പേഴ്സൺ നോക്കി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് പ്രശ്നമാക്കാൻ നോക്കുകയും അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം നടപടിയൊന്നും ഉണ്ടാകില്ല. കാരണം ഈ പേഴ്സൺ ഇപ്പൊ അങ്ങനെ നിന്നാലേ പറ്റുള്ളൂ, അതാണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ. പക്ഷെ അവരെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. തക്കം കിട്ടുമ്പോൾ, അതായത് അവസരം കിട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അവസരം കിട്ടുമ്പോൾ അത് തിരിച്ചടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷെ അതിന് തക്കം പാത്ത് കുറുക്കനെ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, കുറുക്കനെ പോലെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ അത് ഈ പേഴ്സന്റെ വിഷൻ, ഫോക്കസ് എന്ന് പറയുന്നത് കൃത്യമാണ്. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഒന്നും കൂടിയാണിത്. അപ്പോൾ നിങ്ങളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്കാണോ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, അതിന് കാരണക്കാരൊക്കെയാണോ, അവരിൽ നിന്നുമൊക്കെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഈ പേഴ്സൺ തിരിച്ചടിക്കാനാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങളോടും ഈ പ്രണയബന്ധത്തോടും ദ്രോഹം ചെയ്ത ആൾക്കാരെ ഈ പേഴ്സൺ അങ്ങനെ വെറുതെ വിടത്തില്ല. ഓക്കെ, പിന്നെ മിണ്ടാതിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് ഈ പേഴ്സൺ അതൊന്നും സാധിക്കില്ല, അതിനുള്ള തൻ്റെ ഇടമില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. തക്കം പാത്ത് നിൽക്കുകയാണ്. ആ ഒരു തക്ക സമയത്ത് സിറ്റുവേഷൻ അനുകൂലമാകുമ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മേർക്കൂറിയാണ്, അതായത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇവിടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈ പേഴ്സൺ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട്. അതിനൊട്ടും തന്നെ പറ്റാത്ത സാഹചര്യത്തിലൂടെയുമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും തക്കം പാത്ത് നിൽക്കുകയാണ്. അതും ആ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ എന്താണ്, മനസ്സ് തുറന്ന് സംസാരിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് മെന്റാലിറ്റിയാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുക. കാരണം മനസ്സ് തുറന്ന് സംസാരിക്കണം. അവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം, ഒരുപാട് തെറ്റായ ധാരണകൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെ, തേർഡ് പാർട്ടിനെ കുറിച്ചായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതിലൂടെ സ്നേഹം നിങ്ങളുമായിട്ട് പങ്കിടാനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പേഴ്സൺ എടുത്തിട്ടുള്ളത്. കാരണം നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളായിട്ട് ഒരു കോണ്ടാക്ട് വെച്ചിട്ട് അവിടെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിറ്റ് മെന്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് ഇപ്പോഴും വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സണെ ഇഷ്ടമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഈ പേഴ്സന്റെ കഴിവുകളായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ അത് പരിപൂർണമായിട്ടും ഈ വ്യക്തിക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട്. മനസ്സിലായത്, സ്പിരിച്വൽ പരമായിട്ട് ഈ പേഴ്സൺ ഉയരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒരു സമാധാനത്തിലേക്ക് പോയിട്ട് മനസ്സും ശരീരവും ശാന്തമായതിനു ശേഷം തൻ്റെ കഴിവുകളിലേക്കും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്കും വരാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലും കൂടി ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മറ്റു പലവരും ഈ പേഴ്സണെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു സ്പിരിറ്റ് മെന്റേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. സ്പിരിറ്റ് മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് സ്പിരിച്വൽ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ അവരുടെയൊക്കെ ഒരു ഉപദേശവും ഒക്കെ തേടുന്നതായിട്ടും അവർ ഒരു വഴികാട്ടികളായിട്ട് നിൽക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും ഈ ഒരു ജേണി, അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ ഒരു ജേണിയിൽ വളരെയധികം സഹായിക്കുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു, സഹായമാകുമെന്ന്. യെസ്, റൈറ്റർ, ചിലപ്പോൾ എഴുത്തുകാരനായിരിക്കാം, ചിലപ്പോൾ മര്യാദക്ക് എഴുതാനൊന്നും ഈ വ്യക്തിക്ക് പറ്റുന്നില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആത്മീയപരമായിട്ടൊക്കെ ഈ പേഴ്സൺ ഉയരാൻ ശ്രമിക്കുന്നുണ്ട്. ലെറ്റർ G 69, ഏഞ്ചൽ നമ്പർ തിരുവാതിര, 4 ഹെഡ് W, സാജിറ്റേറിയസ്, സ്പൈസസ്, നേവി. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.